അതോടൊപ്പം തന്നെ മറ്റു സാമൂഹിക എന്നൊരു പരിപാടിയുമായിട്ടാണ് പഞ്ചായത്ത് ഈ പദ്ധതി ലക്ഷ്യം വെച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മളുടെ ഉദ്ദേശ ലക്ഷ്യത്തിന് ഉതകുമാറും വിധത്തിൽ നമുക്ക് പരിപാടി കൊണ്ടുപോകാവുന്ന രീതിയിലേക്കൊരു പരിപാടിയാണ്. പ്രസിഡന്റ് ശ്രീമതി ബേബി പർലൂസ് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയങ്കരനായ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ കെ വസന്തകുമാർ, മറ്റു വേദിയിലെ ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, സുഹൃത്തുക്കളെ, നമ്മുടെ പഞ്ചായത്ത് ഈ സാമ്പത്തിക വർഷം SC മേഖലയിലുള്ള വിദ്യാർത്ഥിനികൾക്ക് ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുന്ന ഒരു പദ്ധതി എന്ന പഞ്ചായത്തുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ഈ നമ്മുടെ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പ്രോജക്റ്റ്. ഭാവിയിൽ ഒരുപാട് ജോലി സാധ്യതയുള്ള ഒരു പ്രോജക്റ്റായിട്ടാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ഭാവിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യുന്ന പ്രയോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ബേബി പർലൂസ് ആണ്. അദ്ദേഹം യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ അഡ്വക്കേറ്റ് കക്കി, ഇപ്പോഴത്തെ മെമ്പറുമായ ശ്രീ പാർട്ടി ജോർജ്, ശ്രീമതി മിഹിത ബാബു, ശ്രീമതി റോസലി, ശ്രീമതി ലീലാമയി രാജൻ, കൂടാതെ ICDS ശ്രീ CK കുഞ്ഞോമത്, ശ്രീ PK തിലകൻ തുടങ്ങിയിട്ടുള്ള എല്ലാ ജനപ്രതിനിധികളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ പഞ്ചായത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചോദിക്കുന്നു. എല്ലാ പ്രവർത്തകർക്കും ഒരിക്കൽ കൂടി ഉദ്ഘാടനം ചെയ്യാനിവിടെ എത്തിയിരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് കെ വസന്തകുമാർ, പിന്നെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് സാറ്, പ്രിയമുള്ളവരെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു നല്ല പ്രോജക്റ്റ് ആയിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഒട്ടേറെ ജോലി സാധ്യതകളുള്ള ഒരു മേഖലയാണ് ഫോട്ടോഷോപ്പ് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി എന്നുള്ളതിന് കണ്ടിട്ടാണ് നമ്മൾ ഈ പ്രോജക്റ്റ് വെച്ചത്. നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ബേബി പർലൂസ്, ഈ വേദിയിലെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമതി ഗീത ഉണ്ണികൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഹക്ക്, നമ്മുടെ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് ശ്രീ PD ജോസ്, വേദിയിലെ മറ്റ് പഞ്ചായത്ത് മെമ്പർമാര്, നമ്മുടെ വൈസ് പ്രസിഡന്റ് ശ്രീ DK ഗോപി, ഈ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫി പഠിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ സഹോദരിമാര്, നമ്മുടെ കുടുംബശ്രീയുടെ പ്രവർത്തകരുണ്ട്, CDSന്റെ ചെയർപേഴ്സൺ അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് ഒരു സ്വയം തൊഴിൽ സംരംഭം എന്ന നിലയ്ക്കാണ് അവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചപ്പോ ചെറുപ്പക്കാർക്ക് ഓട്ടോറിക്ഷ ഡ്രൈവിംഗ് പരിശീലനം നടത്തി ഡ്രൈവിംഗ് എടുത്ത് ലൈസൻസ് എടുത്തു കൊടുക്കും. അവിടെ വരുന്നൊരു 25 പേർക്കാണ്. DPC അത് അംഗീകരിച്ചില്ല. അവർ പറഞ്ഞൊരു കാര്യം, JCB പരിശീലനം നടത്തി ആരും വണ്ടി ഓടിക്കാനൊന്നും പോകില്ല, സർക്കാരിന്റെ കാശ് കളയാൻ വേണ്ടി നിങ്ങളൊരു പദ്ധതിയാണെന്നാണ് DPC പറയുന്നത്. ഞാനിത് സൂചിപ്പിച്ചതെന്ന് വെച്ചാൽ ഇപ്പൊ മറ്റൊരു കുറുമശ്ശേരിയിലും സ്റ്റുഡിയോ ഉണ്ട്, ആളുടെ മകളും ഫോട്ടോ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റ് സ്റ്റുഡിയോ നടത്തുന്ന ആരുടെ ഈ മേഖലയിൽ അങ്ങനെ പെൺകുട്ടികൾ വന്ന് ഫോട്ടോ എടുക്കുന്നത് ഞാനത് കണ്ടിട്ടില്ല. രണ്ടുപേരെയാണ് ശ്രദ്ധിച്ചത്. ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഗീത ഉണ്ണികൃഷ്ണനെ ക്ഷണിച്ചു. ഈ ഫോട്ടോഷോപ്പ് ഉദ്ഘാടന പദ്ധതിയിലെ അധ്യക്ഷം വഹിക്കുന്ന ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ വേലുക്കോട്ട് അവർ, ഇതിന് ഉദ്ഘാടനം നിർവഹിച്ച ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ KV വസന്തകുമാർ അവർ, എന്തായാലും ഈ പദ്ധതിയോട് ഈ സംരംഭത്തിനോട് കൂടുതൽ സഹകരിക്കണമെന്നും അതോടൊപ്പം തന്നെ ഈ പദ്ധതി മൂലം നമുക്ക് പഞ്ചായത്ത് നല്ലൊരു തൊഴിൽ പരിശീലനമെന്നും ഉദ്ദേശിച്ചിട്ടുള്ള ഈ പദ്ധതി വിജയപ്രദമായി പോകുവാനും തൊഴിൽ ഇവിടെ നിന്ന് ട്രെയിനിങ് കഴിഞ്ഞാലും കൂടുതൽ അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ KV വസന്തകുമാർ, ഇവിടെ സ്വാഗതം ആശംസിച്ച പിന്നെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീ അഡ്വക്കേറ്റ് ഹക്ക്, ഇത് ഞങ്ങൾക്ക് വേണ്ടിയാണ്
തനിക്കും തന്റെ കുടുംബത്തിനും കുടുംബജീവിതത്തിലും കിടന്ന ആളുകളെ കുടുംബജീവിതത്തിലേക്ക് വരാൻ പോകുന്ന ആളുകൾക്കൊക്കെ ഒരു സ്വയം പര്യാപ്തതയ്ക്ക് വരുമാന മാർഗം ഉൾപ്പെടെ ലക്ഷ്യമാണ് പഞ്ചായത്ത് കാണിച്ചത്. അതുകൊണ്ട് നിങ്ങളെല്ലാം ഈ കോഴ്സ് പൂർത്തിയാക്കി വളരെയധികം ഭാവിയുള്ള ഒരു മേഖലയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പഞ്ചായത്ത് തുറന്നു തന്നിട്ടുള്ളത്. അതായത് ഇന്നിപ്പോ നിങ്ങൾക്കറിയാം, നമ്മളുടെ നാട്ടിലുള്ള വസ്ത്രം ഏത് തിരഞ്ഞെടുക്കണം, വരന ഏത് തിരഞ്ഞെടുക്കണം തുടങ്ങിയ നമ്മളുടെ ജീവിതത്തിലുള്ള ഏത് കാര്യങ്ങൾ തിരഞ്ഞെടുക്കണം നമ്മുടെ നാട്ടിലുള്ള നിങ്ങൾക്ക് പലപ്പോഴും ഗവൺമെന്റിനോ അല്ലെങ്കിൽ പഞ്ചായത്ത് പോലുള്ള സംവിധാനങ്ങൾക്കോ നല്ല രീതിയിലുള്ള ഒരു തൊഴിൽ തരാനായിട്ട് പലപ്പോഴും സാധിക്കാറില്ല. പക്ഷെ നിങ്ങൾക്ക് ചെയ്തു തരാൻ സാധിക്കുക ഇത്തരം വീട്ടിൽ ഒരു ഭർത്താവും ഭാര്യയും ഒരുമിച്ച് ഒരു പണിക്കാര്യത്തിൽ ചെറിയൊരു മാറ്റങ്ങൾ വരുത്താനും അതോടൊപ്പം തന്നെ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് സ്വയമായിട്ട് നമ്മുടെ വീട്ടില് 19 പേർക്ക് നമ്മൾ പഠനത്തിനുള്ള അവസരം ഒരുക്കിയിട്ട് എല്ലാ ആളുകളും ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് അറിഞ്ഞിട്ടുള്ളത്. പക്ഷെ എല്ലാവരും തന്നെ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ പരിപാടി 19 പേരുണ്ടെങ്കിൽ 19 പേർക്കും പഞ്ചായത്ത് ഭരണസമിതിയോട് എടുത്തുള്ളത് നമ്മൾ 19 കുട്ടികൾക്ക് ആയിരിക്കും എന്ന ഭാഷയോട് ഇവിടെ വെച്ച് ഞങ്ങളുടെ ഒരു പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുള്ളൊരു ഒരു ചെറിയൊരു എല്ലാവരും ചെയർമാൻ എന്നുള്ള നിലയ്ക്കും ഭരണസമിതി അംഗം എന്നുള്ള നിലയ്ക്കും നിങ്ങൾക്ക് അറിയിപ്പ് തന്നുകൊണ്ട് എല്ലാ വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന എന്റെ ശിഷ്യകളെ, അച്ചമ്പലം പഞ്ചായത്തിൽ നിന്നുള്ള ഒരു കുറച്ച് ശിഷ്യരെ കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്കും ഈ വരാൻ പോകുന്ന ഇവിടുത്തെ പഞ്ചായത്തിലെ കുട്ടികളെ എല്ലാവർക്കും എന്റെ നമസ്കാരം. ക്ലാസ് എടുക്കാൻ പോകുന്നില്ല എന്ത് കാരണം ക്ലാസ് എടുക്കാൻ നിന്ന് ഞാൻ ഒരു മണിക്കൂറിനെങ്കിൽ നീണ്ടു പോകും. ഇതിലൊരു ഇവിടെ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് കാര്യങ്ങൾ പറയുന്നത്. ഈ ഇവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. വിശിഷ്ടം കുട്ടികളിൽ 40 കുട്ടികളെ പെൺകുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ളൂ. അതിലെ പലരും വേറെ എറണാകുളത്തോടെ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ഇങ്ങനെ പഞ്ചായത്ത് ലെവലിലുള്ള ഈ കുട്ടികളെ സ്വന്തം ഒരു ആറ്റിറ്റ്യൂഡ് മനസ്സിൽ വേണം. എനിക്കിത് കഴിഞ്ഞാൽ വീട്ടിൽ പോയി എനിക്കല്ല വേണ്ടത്, ഈ ജോലി ചെയ്യല് വേണ്ടത്. തയ്യാറാക്കിയിട്ട് ഒരു ഷോർട്ട് ഫിലിം തയ്യാറാക്കിയിട്ട് അവാർഡൊക്കെ കിട്ടിയിരുന്നു പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ 3-4 മാസം മുമ്പ് ന്യൂസ് പേപ്പർ കട്ടിങ്സ് ഒക്കെ ആയിട്ട് എടുത്ത് തരയുണ്ടായി. അപ്പൊ ഇതുപോലെ ഒരുപാട് പുറമെ ഗൾഫിലും അധികം ഗൾഫിലേക്കാണ് വടക്കൻ ജില്ലകളിൽ തന്നെ കുട്ടികളൊക്കെ പോകുന്നത്. അപ്പൊ ഇതിന്റെ ജോലി സാധ്യത അങ്ങനെയാണ്. അതായത് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ വിമുഖതയായിട്ട് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ പ്രത്യേകിച്ച് പറയണത്. പിന്നെ ഫോട്ടോഗ്രാഫി ഇടയ്ക്കൊക്കെ ഞാൻ ഇങ്ങോട്ട് വരും. ഇവിടെ ഇത് കഴിഞ്ഞാൽ ഞാൻ ഈ കുട്ടികളെ കൊണ്ട് പോകാൻ പോകുന്നത് ഇവിടെ അമ്പലത്തിലെ ഞാൻ നിങ്ങൾ കാണാനായിരിക്കും, നിങ്ങൾ ടി വിയിൽ കാണുന്നില്ലേ. വീട്ടിൽ കൂടാനുള്ള ഉദ്ദേശം. ഓക്കെ, ഇയാൾക്കോ? അതെ തന്നെ ഫോട്ടോഗ്രാഫി. വെരി ഗുഡ്. ഒരു ക്ലാപ്പും കൊടുക്കാം. അപ്പൊ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് ക്ലാസ്സിൽ പറഞ്ഞാൽ തരാം. കൂട്ടത്തില്